ഹലോ, അസ്സലാമലൈക്കും. പിന്നെ വന്നിട്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടലുണ്ട്. ലോങ് വീഡിയോ അങ്ങനെ അപ്പോൾ കുറച്ച് കുറവാണ്. അതായത് ഇപ്പോൾ ഇവിടെ അടുത്തൊരു ഒരു മെസ്സിൽ 2-3 ദിവസമായിട്ട് അവിടെ ഒരു പിന്നെ ഒരാൾ ലീവായത് കാരണം ഞാൻ പോകുന്നുണ്ടായി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എടുത്ത വീഡിയോ കുറച്ചുണ്ട് കേട്ടോ ഫോൺ, പക്ഷേ ഇടാനുള്ള സമയമില്ല, നിന്ന് പോയിട്ടില്ല. അപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ എത്ര വീഡിയോ എടുത്തില്ലെങ്കിലും ഞാൻ ഫോണിൽ വരുന്ന ഇപ്പോൾ ന്യൂസും കാര്യങ്ങളെല്ലാം എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ കാണലുണ്ട്. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു ഞാൻ. അത് വന്നിട്ട് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ദീപക്കിൻ്റെ മരണമല്ലേ. നമ്മളൊട്ടും വിചാരിക്കാത്തൊരു, ആരും മുൻകൂട്ടി പല മരണങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു റീൽസിലൂടെ ഇങ്ങനെ വൈറലായി പോയിട്ട് എന്താ പറയുക, ഒരു യാതൊരു പരിചയമില്ലാത്ത ഒരു പെണ്ണിൽ നിന്നും ഇങ്ങനൊരു അനുഭവം വന്നപ്പോൾ ഉണ്ടായ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി നമ്മളെല്ലാം കേട്ടപ്പോൾ. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ വയനാടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ കോഴിക്കോട് ഇരിക്കുന്നത്. പക്ഷേ പേഴ്സണലി നമുക്ക് അവരെ അറിയില്ല, എന്നാലും വീഡിയോയിൽ ആ മുഖം കണ്ടു. അത് വന്നിട്ട് ഇപ്പം ഞാനൊക്കെ സ്ഥിരം, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടിട്ട്, അതായത് എന്താ പറയണ്ട, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്, എൻ്റെ കുഞ്ഞുനാൾ, ഇപ്പോഴൊക്കെ എൻ്റെ കുട്ടികളൊക്കെ പോകുന്ന സ്കൂൾ ബസ്സിലൊക്കെയാണ്. പക്ഷേ അന്ന് സ്കൂൾ ബസ്സിൽ ഓരോരുത്തർ പൈസയൊക്കെ ഉള്ള ആൾക്കാർ ഓട്ടോ എല്ലാം ആക്കും. പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കാരണം അന്നും ബസ്സിൽ ഇന്നും ബസ്സിൽ. ഇപ്പം കുട്ടികളതിന് ശേഷവും കുട്ടികൾക്ക് ഒരു വയ്യായിക, നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല, ഭർത്താവ് ടാക്സിയിൽ പിന്നെ പണിക്ക് പോകുന്നു, അപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. അത് വന്നിട്ട് ഇതേപോലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു KSRTC ബസ്സിൽ വെച്ച് തന്നെ. പക്ഷെ വന്നിട്ട് അത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു അറിയാതെ തട്ടിപ്പോയതായിരിക്കും എന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ, അത് ഫ്രണ്ടിൽ നിന്നായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പുറകിലേക്ക് പോകാനുണ്ടായത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പുറകിലേക്ക് പോവുകയാണ് ചെയ്തത്. അന്ന് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. മോന് ചെറുതായിരുന്നു മോന്. അപ്പം ഉമ്മ പെട്ടെന്ന് തന്നെ മോനെ ഞാൻ വേറെ ആൾ കയ്യിൽ കൊടുത്തിട്ടുണ്ടായി. കണ്ണൂർ ബസ്സായത് കാരണം നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതിങ്ങനെ ഓരോ 3/4 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ബസ് വരുള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്ക് കുറച്ച് കൂടുതലുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ അന്ന് ഞാനെന്താക്കിയെന്ന് വെച്ചാൽ പെട്ടെന്ന് മോനെ വേറെ കയറിയ പാടന്നെ മോനെ അടുത്തിരിക്കുന്ന സീറ്റിലുള്ള ഒരാളെ കൈ കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക ചെയ്തത്. പക്ഷേ അത് വിശദീകരിക്കുന്നില്ല ഞാൻ. എന്താ വെച്ചാൽ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടാവും. പിന്നീട് ഒരിക്കലുണ്ടായി വെച്ചാൽ 2 അനുഭവം ഒരു ഷോക്ക് പോലെ എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നുണ്ട്. അത് രണ്ടാമതുണ്ടായി വെച്ചാൽ ഭർത്താവിൻ്റെ ഈ നാട്ടിൽ നിന്നും, ഞാനിപ്പോഴുള്ള ഭർത്താവിൻ്റെ നാട്ടിലാണ്, ഇവിടെ നിന്നും മോളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അന്നിപ്പോൾ മോൾക്ക് 4 വയസ്സാവാനായി, 3.5 വയസ്സ് കഴിഞ്ഞ്. പക്ഷെ മോള് ജനിച്ചൊരു 8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അന്ന് ഭർത്താവ് പണിക്ക് പോയതിന് ഞാനും മോനും കൂടിയാണ് പോകുന്നുണ്ടായത്. അപ്പോൾ ബസ്സിൽ വെച്ച് അന്ന് നല്ലൊരു മഴ. അപ്പോൾ ഈ സൈഡിലുള്ള ഈ ഷട്ടർ ഇങ്ങനെ താത്തിയിടും. ഈ താത്തിയിട്ട സമയത്ത് അറിയാമല്ലോ, ഓൾറെഡി ബസ്സിലൊരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ അതും KSRTCയും കൂടിയാണ്. മറ്റേ പ്രൈവറ്റ് ബസ്സാണ് കൂടുതൽ ലൈറ്റും വെളിച്ചമൊക്കെ കാണും. കൂടുതൽ ഇരുട്ടുള്ള സമയത്ത് ലൈറ്റ് എന്തായാലും അവരിടും. ഇപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട്, അതായത് അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അയാൾ ലുങ്കിയായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞൊരു കാര്യമില്ല. എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ ഇപ്പം ഈ ദീപക്കിൻ്റെ ഈ ഒരൊറ്റ റീൽസിലൂടെ പോയത് ഞാൻ. അപ്പം അന്ന് വെച്ചാൽ അയാൾ ലുങ്കിയായിരുന്നു. അപ്പോൾ ലുങ്കി അന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫോണില്ല. പക്ഷെ ഫസ്റ്റ് നടന്ന സംഭവത്തിൽ ഒരു 6 വർഷമെങ്കിലായിരിക്കണം. അന്ന് എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. സംഭവം സത്യം അതാണ്. എനിക്കന്ന് ധൈര്യം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ആ ഒരു സംഭവം ഉണ്ടായവിടെ എനിക്ക് പേടിച്ചിട്ട്, പക്ഷെ നമുക്ക് പേടി ഉണ്ടാവില്ല, പേടിച്ചിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആയിപ്പോയി പേടിച്ചിട്ട്. പിന്നെ അന്ന് പുറകിലേക്ക് പെട്ടെന്ന് തന്നെ മാറിയത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ പിന്നെ ഇത് വെച്ചാൽ രണ്ടാമതുണ്ടായ വെച്ചാൽ പിന്നെ സീറ്റിൽ അമ്മയും കുഞ്ഞും ഇരിക്കുന്ന സീറ്റിലായിരുന്നു ആ മനുഷ്യൻ ഉണ്ടായത്. എന്നാൽ ബസ്സിലുള്ളൊരു കണ്ടക്ടർ പിന്നെ അയാളെ എണീപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയ കുട്ടീനെ അടുത്ത് പിന്നെ ഓടുന്ന ബസ്സിൽ ഞാൻ നിൽക്കുന്നൊരവസ്ഥ ഞാനെന്നല്ല ഒരാൾക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രയും ചെറിയൊരു കുട്ടി കയ്യിൽ നിന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കിട്ടിയ സീറ്റിൽ ഞാൻ ഇരുന്നു. 3 ആളിരിക്കുന്ന സീറ്റിൽ നടുവിൽ ആരുമില്ല. അരുവിൽ ഇയാൾ ഇരുന്നിന്, സൈഡിലെത്തുമ്പോഴത്തേന് ഞാൻ ഇരുന്നിന്. അപ്പം ഇങ്ങനെ ലുങ്കി ഇങ്ങനെ മാറ്റുക ചെയ്യണ്ടായത് അയാൾ. അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു ഞാൻ. അന്നും പിന്നെ ഒരു വിഷയമാക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് തോന്നി, കാരണം അന്ന് കണ്ടക്ടർ വിളിച്ചിരുന്നു. കണ്ടക്ടർ വിളിച്ചപാട് കണ്ടക്ടർ അത് മൈൻഡ് ആക്കിയിട്ടില്ല. സംഭവം സത്യം അതാണ്. അതൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അയാളെ പണിയേ പോയിട്ടുണ്ടാവും. അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല അന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പം ഞാൻ എന്താക്കി, നമ്മളെ ഭാഗത്തൊരു തെറ്റ് വേണ്ട, ഞാൻ അപ്പുറത്തെ സീറ്റിലേക്ക് ഒരാൾ എഴുന്നേറ്റ് തന്നു. കാര്യം പറഞ്ഞ പാട് ആ മനുഷ്യൻ എഴുന്നേറ്റ് തന്നു. ഞാനും മോനും കുട്ടിനെയും കൊണ്ട് ഇവിടെ എത്തി. അതാണ് ഉണ്ടായത്. ഇപ്പോൾ കുറേ റീൽസ് കണ്ടു, ഒരുപാട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഞാൻ റീൽസ് ഇപ്പോൾ കണ്ടു കൊലപാതകത്തിൻ്റെ. അവൾ ദുബായിൽ കിടന്ന് വിലസിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഷിംജിതേൻ്റെ ചില വീഡിയോസും കൂടി കാണാനിടയായി. കുറേ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവളെ നാട്ടുകാരനെ പറയുന്നു, അവളെ ഏത് പാർട്ടീൻ്റെയെന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടീൻ്റെ മെമ്പറായിരുന്നു, നല്ല മെമ്പറായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളിങ്ങനെയൊക്കെ കളിച്ചു കൂട്ടി ഇവൾക്ക് വോട്ട് ചെയ്ത് മെമ്പറാക്കാൻ ജനങ്ങൾ ഉണ്ടായല്ലോ എന്ന്. കാരണം നമ്മളെക്കാൾ അവരെ നാട്ടുകാർക്ക് അവരറിയാം. എന്നിട്ടാണ് മെമ്പർ ഇങ്ങനത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ജയിക്കാതെ മെമ്പറാവില്ലല്ലോ, ജയിപ്പിച്ചല്ലോ. പാർട്ടി ഏതാന്നൊക്കെ ആ മനുഷ്യൻ പറഞ്ഞില്ലെങ്കിലും പിന്നീട് വേറെ പിന്നെ വീഡിയോയുടെ കമൻറ്റിൽ കണ്ട് പാർട്ടി ഏതാന്നുള്ളത്. പാർട്ടി നമ്മൾ പറയുന്നില്ല. പിന്നെ വന്നിട്ട് എന്താ, വല്ലാത്തൊരു മാനസികാവസ്ഥ. ആ മനുഷ്യൻ ഡിവോഴ്സായി നിൽക്കുന്ന ആ ഒരു പിന്നെ വിഷമത്തിലായിരിക്കണം ഇതുണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാം കൂടെ താങ്ങാനൊരു മനുഷ്യന് പറ്റണ്ടേ? പറ്റാവുന്ന ഏറെ ആയപ്പോൾ അദ്ദേഹം ചെയ്തതായിരിക്കും. എന്ത് ചെയ്യാനാ? ഞാനൊരു പെണ്ണ് തന്നെയാണ്, സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ബസ്സിൽ തിക്കും തിരക്കും സാധാരണ തന്നെയാണ്. നമ്മൾക്ക് സ്വന്തം നമ്മളെ പിന്നെ ഉപ്പാൻ്റെയും ആങ്ങളുടെയും ബസ്സൊന്നുമല്ലല്ലോ നമുക്ക് സ്വയം ഒരു സീറ്റ് ഒരുക്കി തരാൻ. ബസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളവർ പിന്നെ ഞങ്ങൾ പോകുന്ന പിന്നെ വണ്ടിയല്ലേ, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പോകണം വരണമെന്നുണ്ടെങ്കിൽ ഒരു കാറെല്ലാം വാങ്ങിയാൽ പോരെ. അല്ല ദുബായ്ക്കാരത്തെയൊക്കെ അല്ലേ, ബസ്സിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറയാൻ വാക്കുകളില്ല. ഒരുപാട് വീഡിയോസിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്രയും, അതായത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഫേസ് കാണിച്ചിട്ട് തന്നെയാണ് എൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റല്ല, പ്രൊഫൈൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റീൽസിൽ ഒരുപാട് വീഡിയോ, അത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലാവട്ടെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടാൽ പറയാതിരിക്കാൻ കഴിയൂല നമുക്ക്. നമ്മൾ പറഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ വല്ലാത്തൊരു നമ്മുടെ മനസ്സിലുള്ളത് നമ്മളോട് പറയാതിരിക്കാനാവില്ല നമുക്ക്. അത്രയും വിഷമമാണ്. ആ അമ്മേൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുള്ള അമ്മേൻ്റെ കരച്ചിൽ, ആ അച്ഛൻ്റെ ബോധമില്ലാത്തൊരവസ്ഥ, വാക്കുകൾ പറയാനേ പറ്റില്ല. ഏതോ ജാതിയാണ് മനുഷ്യനില്ല. പക്ഷെ അവളെ വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടോ, അവൾ പറയുന്നുണ്ട് എന്ത് വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് തട്ടിയത് മാത്രമല്ല, അയാൾ പിന്നെ ക്യാമറയിലേക്ക് വീഡിയോ ഓടിക്കുന്ന കണ്ടിട്ടുണ്ട്. ക്യാമറയിലേക്ക് 2 തവണ അയാൾ നോക്കി എന്നവൾ പറയുന്നുണ്ട്. എന്നാൽ നമ്മളങ്ങനെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ ക്യാമറയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ക്യാമറയിലേക്ക് നോക്കി, അതായത് ഞാൻ പുറത്തെവിടെയെങ്കിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പുറത്തേക്കാണോ വേറെ എവിടെയെങ്കിലാണോ നോക്കുന്നത്, അതോ ക്യാമറയിൽ നോക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പറയുന്നത് എന്ത്, ഞാൻ ക്യാമറയിലേക്ക് ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് എന്നോട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും, അതായത് അതിലെ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കിയത് നമ്മളെ പോലത്തെ ജനങ്ങൾ തന്നെയാണ്. ആ പിന്നെ വീഡിയോ അവൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടതും നമ്മളെപ്പോലത്തെ ജനങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ വന്നിട്ട് പിന്നെ അവളങ്ങനെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ വീഡിയോയിൽ കുറേ ആൾക്കാരിട്ട് വീഡിയോയിലും പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ അതിൽ അല്ല. പിന്നെ അവൾ പറയുന്ന വീഡിയോ അവളായിട്ട് ആദ്യം ഫസ്റ്റ് ഇത് പോസ്റ്റ് ആക്കിയല്ലോ. അപ്പോൾ ആ വീഡിയോ അതിലൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ ആ മനുഷ്യൻ ആ ക്യാമറയിലേക്ക് നോക്കുന്നതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഒരു ഭാഗം ബാഗ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലാണോ വലത്തെ കയ്യിലാണോ ഫോൺ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വലത്തെ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഫോണിലേക്ക് നോക്കുന്നത്, അയാളെ ഫോണിലേക്ക് അയാൾ നോക്കുന്നത് അതിന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഓളെ ഫോണിലേക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫോണിലേക്ക് നോക്കി എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ടാണ്. ഇത് കാണുന്നേ ഇല്ല. ഞാൻ ശരിക്കും നോക്കി, കുറേ ആൾക്കാർ നോക്കി. കാരണം ഒരു ശരിയെങ്കിലും അവളെ ഭാഗത്തുണ്ടെങ്കിൽ ഈ ജനം മുഴുവനും ഇങ്ങനെ തെറി വിളിച്ച് വീഡിയോ ചെയ്യുമോ? അതായത് ഷെയർ ചെയ്ത് ആ പെണ്ണിനും എന്തായാലും ഒരു ഉമ്മയും മലണ്ട് നമ്മൾ ആകാശത്ത് നിന്ന് പൊട്ടി പോകില്ലല്ലോ. അതിനും കൂട്ടക്കാരും കുടുംബക്കാരും ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് നാട് കടത്തിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്തിനാ വെറുതെ പാവങ്ങൾ പൊഴുതി കൊടുക്കുന്നത്? പെണ്ണുങ്ങളിപ്പോൾ ഇപ്പം ഒരു പയ്യൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടാൽ ഞാൻ കണ്ട്, പെണ്ണുങ്ങൾക്കൊരു ധാരണ ഉണ്ട്, പെണ്ണുങ്ങളൊന്ന് ഷൂ നാക്കിയാൽ പിന്നെ എന്തും നടക്കും. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പെണ്ണുങ്ങൾ എല്ലാ പെണ്ണുങ്ങൾക്കുമാണ് പൊതുവായിട്ട്. ഇപ്പം ബസ്സിൽ യാത്ര ചെയ്ത്, ഇപ്പം എനിക്ക് നാളൊരിടം വരെ പോകാനുണ്ട്, ബസ്സിലാണ് പോകുന്നത്, അല്ലാതെ കാറും പിടിച്ചിട്ടൊന്നല്ല ഞാൻ പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ തിക്കും തിരക്കും ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിതൊന്നും നടക്കൂല, നിങ്ങൾ ഈ തിക്കും തിരക്കൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ആ സൗകര്യം ഉണ്ടെങ്കിൽ കയറിയാൽ മതിയല്ലോ. സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കയറണ്ട. സൗകര്യം ഉള്ള ആൾക്കാർ കയറുക. ഭയങ്കര ഒരു വിഷമം, വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി വീഡിയോ കണ്ടതിൽ. എനിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ആ ഒരു ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ ആ അമ്മ കരയുന്നതും അച്ഛൻ പിന്നെ അബോധാവസ്ഥയിൽ ബോധം പോലും ഒന്ന് തിരിച്ചറിയാൻ പോലും ഒന്ന് ഒച്ചത്തിൽ ശബ്ദിക്കാൻ പോലുമുള്ള ഒരു ആരോഗ്യം ആ അച്ഛനിൽ കാണുന്നില്ല. എന്താ വെച്ചാൽ അത്രയും പ്രായമായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. തളർന്നു പോയിട്ടുണ്ടാവും ആ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് എന്താ ഓളെല്ലാം എന്തിന് ജനിച്ചിട്ടുണ്ടായതെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പറയാൻ പറ്റുന്നില്ല.